10-15 പേരെങ്കിലും കാണും. ഞാനിവിടെ വീഴുകയാണെങ്കിൽ എൻ്റെ കൂടെ ഒരു 10-15 പേരെങ്കിലും കാണും. നല്ല സൂപ്പർ മാസ് ഡയലോഗാണ് അല്ലേ. എന്തായാലും ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, ഈ ഒരു ട്രെയിലർ ഒരു പ്രാവശ്യം കണ്ടിട്ട് തീർച്ചയായിട്ടും ഒന്നിലധികം പ്രാവശ്യം കണ്ടു കാണും, അത് ഉറപ്പാണ്. അങ്ങനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ ഒരു ട്രെയിലർ കണ്ടപ്പോൾ വളരെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ആ ഒരു 5 മിനിറ്റ് നമ്മളിങ്ങനെ സ്റ്റില്ലായിട്ട് നമ്മളിങ്ങനെ ഇരുന്നു പോകും. അത് അത്രമാത്രം ഒരുപാട് അട്രാക്റ്റീവാണ്. ഈ ഒരു 73 വയസ്സുള്ള ആളാണോ സംശയം തോന്നുന്നു. 73 വയസ്സുകാരനാണോ അല്ലെങ്കിൽ 37 വയസ്സുകാരനാണോ എന്ന് സംശയം തോന്നി പോകുന്ന രീതിയിലുള്ള അസാധ്യമായ പെർഫോമൻസ് ആയിരുന്നു. ഫൈറ്റ് സീൻ ആയിക്കോട്ടെ എല്ലാം നല്ല സൂപ്പറായിട്ട് നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന BGM എല്ലാം എനിക്ക് ആ ഒരു ട്രെയിലർ കാണുമ്പോൾ ഒരുപാട് നമ്മൾ ആദ്യം ഇങ്ങനെ നമുക്കറിയാലോ ഓരോ മൂവി വരുമ്പോഴും ഭയങ്കര ഹൈപ്പായിരിക്കും, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞെങ്കിലും പക്ഷെ അത് ഇറങ്ങി കഴിയുമ്പോൾ പോക്കാണ്. പക്ഷെ ഈ ഒരു കാര്യത്തിൽ ഉറപ്പ് പറയാം, ഇതൊരു പൊള്ളി സാധനമാണ്, അതിൽ യാതൊരു സംശയമില്ല. അതുപോലെ മമ്മൂക്ക ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, ഈ സിനിമയുടെ ഷൂട്ടിങ്ങിന്റെ സമയത്ത് വൈശാഖ് പലപ്പോഴും എൻ്റെ പ്രായത്തെ മറന്നെന്നെ കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. സാരമില്ല, ഞാൻ ഇനിയും കഷ്ടപ്പെടാൻ റെഡിയാണെന്ന്. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ ഒരു ട്രെയിലർ കണ്ടപ്പോൾ വൈശാഖാണോ പ്രായം മറന്നുപോയത് അതോ മമ്മൂക്കയാണോ എന്ന് സംശയം തോന്നുന്നു. അത്രയും നല്ല അടിപൊളിയായിട്ടുള്ള നല്ല സീൻസ് ആണ് നമ്മൾ കണ്ടത്. നമുക്ക് തന്നെ പറയുന്നുണ്ട് ഈ ഒരു മൂവി കുടുംബചിത്രമാണോ അല്ലെങ്കിൽ ആക്ഷൻ ആണോ കോമഡി ആണോ ത്രില്ലർ ആണോ ലോ ക്ലാസ് ആണോ ഹൈ ക്ലാസ് ആണോ എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, എല്ലാവർക്കും അതായത് പ്രായഭേദം എന്നില്ലാതെ എല്ലാവർക്കും ഈ മൂവി ഇഷ്ടപ്പെടും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഒരു ജനറേഷൻ ഗ്യാപ്പോ അങ്ങനെ ഒന്നുമില്ലാതെ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുമെന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ എന്താണെങ്കിലും എൻ്റെ ഒരു അനുഭവം വെച്ച് ഞാനിപ്പോൾ ഈ ട്രെയിലർ കണ്ടപ്പോൾ ഒരു പ്രാവശ്യം അല്ല കേട്ടോ, ഞാനിപ്പോൾ എത്ര പ്രാവശ്യം കണ്ടത് എനിക്ക് തന്നെ അറിയില്ല. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം അതിൻ്റെ ഫൈറ്റ് സീൻസ് ആയിക്കോട്ടെ അതിൻ്റെ BGM എല്ലാം നല്ല രസമായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇറങ്ങാൻ വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ് നിങ്ങളെപ്പോലെ തന്നെ ഞാനും. ഇത് ഞാൻ പറയുന്നതുകൊണ്ട് ഞാൻ മമ്മൂക്ക ഫാനാണ് എന്നൊന്നും പറഞ്ഞാലും വരണ്ട, അങ്ങനെ ഒന്നുമില്ല. നല്ല പടം ആരഭിനയിച്ചാലും നല്ല മൂവി ആണെന്നുണ്ടെങ്കിൽ നമ്മളത് എന്തായാലും എന്താ പറയാ ഏറ്റെടുത്തേ പറ്റൂ അല്ലെ, ഏറ്റെടുക്കണം ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ. അപ്പോൾ ലാലേട്ടൻ്റെ ആയിക്കോട്ടെ അല്ലെങ്കിൽ പുതിയ നായകന്മാരുടെ ആയിക്കോട്ടെ ആരുടെ ആണെങ്കിലും നല്ല മൂവി ആണെങ്കിൽ നമ്മൾ നല്ലതെന്ന് തന്നെ പറയും. പക്ഷെ ഇതിന്റെ ഒരു ഫൈറ്റ് സീൻസും കാര്യങ്ങളും ആ ഒരു ട്രെയിലറും കണ്ടപ്പോൾ ഒരുപാട് എനിക്ക് വീഡിയോ ചെയ്യണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇട്ടത്. എന്താണെങ്കിലും നമ്മൾ കട്ട വെയിറ്റിംഗ് ആണ്. ഈ 23 വയസ്സ് എന്ന് പറഞ്ഞ ശരിക്കും പറഞ്ഞ വയസ്സ് ഒരു വെറുതെ ഒരു നമ്പർ മാത്രമാണ് അല്ലെ. അല്ലെങ്കിൽ ഇത്രയും ഈ ഒരു വയസ്സിൽ ഈ 73 വയസ്സിൽ ഇത്ര മാത്രം നല്ല ഫൈറ്റ് സീൻസും കാര്യങ്ങളൊക്കെ ചെയ്ത് കണ്ടപ്പോൾ ഒരുപാട് അതായത് അദ്ദേഹം എനിക്ക് തോന്നുന്നു അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ പ്രായം മറന്ന് അഭിനയിച്ചിരിക്കുകയാണ്. നല്ല അഭിനയം തന്നെയാണ്. ഒരു കാര്യം ഞാൻ പറയും, ആ ഒരു 73 വയസ്സ് ഒന്നും പ്രായത്തിന്റെ യാതൊരു ഇതും ഇല്ലാതെ തന്നെ അദ്ദേഹം നല്ല സൂപ്പറായിട്ട് ഒരു 37 വയസ്സുകാരൻ പോലും ഇത്ര നന്നായിട്ട് ചിലപ്പോൾ ഒരു പക്ഷേ അഭിനയിക്കാൻ പറ്റില്ല. പക്ഷെ അദ്ദേഹം നല്ല രീതിയിൽ തന്നെ അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു വീഡിയോ ഇട്ടത്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ കട്ട വെയിറ്റിംഗ് ആണ് മൂവി ഇറങ്ങാൻ വേണ്ടി. റിലീസിന്റെ അന്ന് തന്നെ പോയി കാണണം തന്നെയാണ് ആഗ്രഹം. അപ്പൊ എന്താണെങ്കിലും ബാക്കി നമുക്ക് വിശേഷം മൂവി കണ്ടതിന് ശേഷം പറയാം. നമുക്ക് കുറച്ച് ഫൈറ്റ് സീൻസ് ഒന്ന് കണ്ടാലോ. എനിക്കൊന്നും തലയിലോട്ട് കേറാത്തോണ്ട് ചോദിക്കുക, നിങ്ങൾ എല്ലാവരും കൂടെ എന്നാ പൊന്നാപ്പ ഉണ്ടാക്കി വെച്ചിരിക്കുന്നേ? ഞാൻ പറയുന്നില്ല, കാരണം ഇനി നമ്മൾ തമ്മിൽ കാണില്ല. I just love this part. ഇതിലെ ഓരോ ഡയലോഗും നല്ല മാസ് സൂപ്പർ ഡയലോഗുകളാണ് അല്ലെ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എന്താണെങ്കിലും ഞാൻ മൂവി റിലീസിന്റെ അന്ന് പോയി കാണും. കണ്ടതിന് ശേഷം നമുക്ക് അടുത്ത റിവ്യൂമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാം. താങ്ക് യു സോ മച്ച്.